ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലോസ് ഓഫ് റേഡിയേഷൻ ആണ്. അതായത് റേഡിയേറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിനെ ഗവേൺ ചെയ്യുന്ന ലോസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കണ്ടക്ഷനിലും കൺവെക്ഷനിലൊക്കെ ഒരു സിംഗിൾ ലോ മാത്രമായിരുന്നു അതിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫറിനെ ഗവേൺ ചെയ്തത്. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ മൾട്ടിപ്പിൾ ലോസ് ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ ലോസ് ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാം ഡിഫറെൻ്റ് ആണെന്നല്ല. നമ്മൾ ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചപ്പോൾ അതിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം നമ്മൾ പറയുമ്പോൾ അത് 2 സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ബേസിക്കലി അതൊരു കാര്യത്തിനെയാണ് മീൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ഒരു റേഡിയേറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ മൾട്ടിപ്പിൾ ലോസ് മീൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാം. നമ്മൾ പല രീതിയിലും ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തിനെയാണ്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ. അപ്പോൾ എന്താണ് സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എമിസി പവറും ടോട്ടൽ എമിസി പവറും അതുപോലെ എമിസിവിറ്റി ഒക്കെ പറഞ്ഞപ്പം നമ്മൾ ഈ ഒരു സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ എന്താണെന്ന് നമുക്ക് നോക്കാം. The law states that the emissive power of a black body is directly proportional to the fourth power of its absolute temperature. ഓക്കെ, ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഇന്നലെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തതാണ് ടോട്ടൽ എമിസീവ് പവർ എന്താണെന്നുള്ളത് അല്ലേ? അപ്പോൾ ആ ടോട്ടൽ എമിസീവ് പവറിന് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ വെച്ചിട്ടാണ് അല്ലേ? എന്തായിരുന്നു ടോട്ടൽ എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്താം? ടോട്ടൽ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി, അതായത് EB, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ അല്ലെ? ഫോർത്ത് പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പം EB ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T⁴ എന്ന് കൊടുക്കാം അല്ലേ? എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യാം അല്ലേ? അപ്പം ആ കോൺസ്റ്റന്റ് ആണ് എന്ത്? സിഗ്മ T⁴, അല്ലെങ്കിൽ സിഗ്മയാണ് നമ്മുടെ ഈ ഒരു കോൺസ്റ്റന്റ്. അപ്പോൾ എന്താണ് ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ? ഈ സിഗ്മയാണ് നമ്മുടെ സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് എന്ന് അറിഞ്ഞിരിക്കുക. സോ ഇതിന്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പം ഈ സഫിക്സ് ബി ആണ് എന്ത്? എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി. ഓക്കെ, വെറും ഇ ആണെങ്കിൽ എന്താണ്? എമിസീവ് പവർ ഓഫ് എ ബോഡിയാണ്. ഓക്കെ, ഒരു റിയൽ ബോഡീൻ്റെ എമിസീവ് പവറിനെയാണ് നമ്മൾ ഈ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പോൾ EB ആകുമ്പോൾ എന്താണ്? എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി അറിഞ്ഞിരിക്കുക. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഈ പറഞ്ഞ സിഗ്മ, ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. ഇതിന്റെ വാല്യൂസും അറിഞ്ഞിരിക്കുക. എന്താണ് ഇതിന്റെ വാല്യൂസ്? 5.67 × 10⁻⁻8. ഓക്കെ, ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആണ്. 5678 എന്ന് ഓർത്താൽ മതി. എന്താണ്? 5.67 × 10⁻⁻8 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. അപ്പം ഈ ഒരു കാര്യം കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു റിയൽ ബോഡീൻ്റെ കേസിൽ എന്താ സംഭവിക്കാം? റിയൽ ബോഡീൻ്റെ കേസിൽ നമുക്കറിയാം എമിസിവിറ്റി, ഇതും കഴിഞ്ഞ ക്ലാസ് എടുത്താണ്, ജസ്റ്റ് നോർത്താൽ മാത്രം മതി, റീകോൾ ചെയ്താൽ മാത്രം മതി. നമുക്കറിയാം എമിസിവിറ്റി ഈക്വൽ ടു എമിസീവ് പവർ ഓഫ് എ ബോഡി ടു ദി എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡിയാണ് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താം? എമിസീവ് പവർ ഓഫ് എ എനി ബോഡി ഈസ് ഗിവൺ ബൈ എമിസിവിറ്റി ഇൻറ്റു എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? എമിസിവിറ്റി ഓഫ് എനി ബോഡി ഈസ് ഈക്വൽ ടു എമിസിവിറ്റി ഇൻറ്റു ഈ EB എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം? സിഗ്മ T⁴ അല്ലെ? എമിസീവ് പവർ ഓഫ് ബ്ലാക്ക് ബോഡി പറഞ്ഞാൽ സിഗ്മ T⁴ ആണ്. അപ്പോൾ ഇത്രയും വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ എമിസീവ് പവർ. ഓക്കെ, അപ്പം ടോട്ടൽ എമിസീവ് പവർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്താണ്? ഇതിൻ്റെ പെർ മീറ്റർ സ്ക്വയറിനെ ഏരിയനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അതെന്ത് വരും? A × എപ്സിലോൺ സിഗ്മ T⁴ വാട്ട്സ് എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു കാര്യം കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ വളരെ സിമ്പിൾ ലോയും ഫണ്ടമെന്റൽ ലോസും ആണ്. അപ്പോൾ അതിൻ്റെ ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മുടെ എക്സ്പ്രഷൻ കണ്ടെത്തുക. ദെൻ ആ എക്സ്പ്രഷനിൽ ഈ സിഗ്മേൻ്റെ വാല്യൂ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. സ്റ്റീഫൻ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണെന്നും അതിൻ്റെ വാല്യൂ 5678 ഞാൻ പറഞ്ഞ കോഡിലൂടെ എങ്കിലും പഠിക്കുക നിങ്ങൾ. യെസ്, ഒബ്വിയസ്ലി ഇത് ഡാറ്റ ബുക്കിലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എല്ലാ സമയവും ഡാറ്റ ബുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക നിങ്ങൾ. പിന്നെ നമുക്ക് ഈ ഒരു എമിസിവിറ്റി വെച്ചിട്ട് ഒരു റിയൽ ബോഡിയിലുള്ള ടോട്ടൽ എമിസീവ് പവർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനാണ് ഇവിടെ എഴുതി വെച്ചത്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇനി ഒരുപാട് ലോസ് ഉണ്ട്, ഇനി നമുക്ക് 3 ലോസും കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് കിർച്ചോഫ് ലോനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ കിർച്ചോഫ് ലോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കണം. ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. അപ്പം കൃത്യമായി തന്നെ എൻ്റെ കൂടെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അപ്പോൾ എന്താണ് ആദ്യം നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം.
എന്നിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാം. ഓക്കെ, the law states that at any temperature the ratio of total mc power e to the total absorptivity alpha is a constant for all substances which are in thermal equilibrium. ഓക്കെ, ഈ ഒരു തെർമൽ ഇക്വിലിബ്രിയം ഹൈലൈറ്റ് ചെയ്യണം, കാരണം അത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ വേർഡാണ്. ഓക്കെ, വിത്ത് ദിയർ എൻവയറമെൻറ്റ്. അപ്പം ഈ ഒരു കിർച്ചോഫ് ലോ പറയുന്നത് പ്രകാരം, കിർച്ചോഫ് ലോ എന്താ പറയുന്നത്, ടോട്ടൽ എം സി പവർ ടു അബ്സോർപ്റ്റിവിറ്റി അല്ലേ. അപ്പോൾ ഈ ഒരു റേഷ്യോ എന്താണ്, കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആവാനുള്ള കണ്ടീഷൻ കൂടെ നമ്മൾ കൃത്യമായിട്ട് പറയണം. എന്തൊക്കെ കണ്ടീഷനിലാണ് ഇത് കോൺസ്റ്റൻ്റ് ആവുക? ഒന്ന്, അറ്റ് എനി ഫിക്സഡ് ടെമ്പറേച്ചറിലും, അതുപോലെ ആ ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിലും മാത്രമാണ് ഈ പറഞ്ഞ റേഷ്യോ ഓഫ് എം സി പവർ ടു ദി അബ്സോർപ്റ്റിവിറ്റി കോൺസ്റ്റൻ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വേർഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ എം സി പവറും അതുപോലെ അബ്സോർപ്റ്റിവിറ്റിയും തമ്മിലുള്ള റേഷ്യോ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എപ്പം തെർമൽ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ. ഓക്കെ, ഈ ഒരു കാര്യം കൃത്യമായി തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം. ആൻഡ് ഇതിൻ്റെ പ്രൂഫ് നമുക്ക് അറിയണം, എങ്ങനെയാണ് ഈ റേഷ്യോ ഓഫ് എം സി പവർ ടു അബ്സോർപ്റ്റിവിറ്റി കോൺസ്റ്റൻ്റ് ആയിരുന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ, അപ്പോൾ ഈ ഫിഗറിൽ എന്തൊക്കെയാണുള്ളത്, രണ്ട് ബോഡീസ് ഉണ്ട് അല്ലേ. ഒരു വലിയൊരു ബോഡി ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു സ്മോൾ ബോഡി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വലിയ ബോഡിക്ക്, അതായത് ഞാനിവിടെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വലിയ ബോഡിയെ ഞാൻ എ എന്നും അതുപോലെ ആ സ്മോൾ ബോഡിയെ ഞാൻ A1 വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഈ രണ്ട് ബോഡിക്കും ഇടയിൽ എന്താണ്, വാക്വമാണ്, അല്ലെങ്കിൽ ഹോളോ സ്പേസ് ആണ്. ഇതിനിടയ്ക്ക് മീഡിയം ഒന്നുമില്ല എന്ന് കരുതുക. അതായത് മീഡിയം ഇല്ല എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, കൺവെക്ഷൻ വഴി അല്ലെങ്കിൽ കണ്ടക്ഷൻ വഴിയുള്ള കണ്ടക്ഷനോ വഴിയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. ഓൺലി റേഡിയേറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ മാത്രമേ പോസിബിൾ ആവുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ ഒരു ഹോളോ സ്പേസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എ എന്ന് പറഞ്ഞാൽ ആ വലിയ ബോഡീൻ്റെ ഏരിയയും, അതുപോലെ A1 എന്ന് പറഞ്ഞാൽ സ്മോൾ ബോഡീൻ്റെ ഏരിയയുമാണ്. അതുപോലെ ഈ EB എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ലാർജർ ബോഡി എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനാണ് EB എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതുപോലെ അറ്റ് തെർമൽ ഇക്വിലിബ്രിയം, അതായത് ഈ ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അറ്റ് തെർമൽ ഇക്വിലിബ്രിയം എന്താണ്, നമുക്ക് എന്ത് പറയാം, ദി എനർജി അബ്സോർബ്ഡ് ബൈ സ്മോൾ ബോഡി അല്ലെങ്കിൽ 1 അല്ലേ, നമ്മൾ സ്മോൾ ബോഡി 1 വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്, ഈക്വൽ ടു എന്താണ്, എനർജി എമിറ്റഡ് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. സോ നമുക്ക് നോക്കാം, ദ എനർജി അബ്സോർബ്ഡ് ബൈ സ്മോൾ ബോഡി. അപ്പം എനർജി അബ്സോർബ്ഡ് ബൈ സ്മോൾ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, α1 ഇൻറ്റു A1 ഇൻറ്റു EB അല്ലേ. α1 ഇൻറ്റു A1 ഇൻറ്റു EB ഇതെങ്ങനെ വന്നാണ്, ഈ α1 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, α1 എന്ന് പറഞ്ഞാൽ അതായത് അബ്സോർപ്റ്റിവിറ്റി ഓഫ് എ സ്മോൾ ബോഡി. ഓക്കെ, ഇൻറ്റു A1 എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ ബോഡീൻ്റെ ഏരിയ. ആൻഡ് EB എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ആ സ്മോൾ ബോഡീൻ്റെ മേലെ സ്ട്രൈക്ക് ചെയ്യുന്ന റേഡിയേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു സ്മോൾ ബോഡീൻ്റെ മേലെ സ്ട്രൈക്ക് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലാർജ് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷനാണ് അല്ലേ. എന്നാൽ എല്ലാ റേഡിയേഷൻസും ഇത് ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ ബോഡിയിൽ സ്ട്രൈക്ക് ചെയ്യുന്നില്ല. ചില റേഡിയേഷൻസ് എന്താണ് ഈ ബോഡിയിൽ നിന്ന് നേരെ ഈ സർഫസ് തന്നെ സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, എല്ലാം ഈ ഒരു ബോഡിന് നമ്മൾ കറക്റ്റ് കോൺസൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദി എനർജി അബ്സോർബ്ഡ് ബൈ സ്മോൾ ബോഡി 1 എന്ന് പറഞ്ഞാലാണെന്ത്, α1 A1 EB. ഓക്കെ, അതായത് അബ്സോർപ്റ്റിവിറ്റി ഇൻറ്റു സർഫസ് ഏരിയ ഇൻറ്റു MC പവർ ഓഫ് എ ലാർജർ ബോഡി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി എമിറ്റഡ്. അപ്പോൾ എനർജി എമിറ്റഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി എമിറ്റഡ്. ഓക്കെ, സോ എന്താണെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി എമിറ്റഡ് എന്താ വരിക, A1 ഇൻറ്റു എനർജി എമിറ്റഡ് ആണ് അല്ലേ, E1. ഓക്കെ, A1 ഇൻറ്റു E1. ഈ ഒരു സ്റ്റെപ്പ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ഒരു ഡെറിവേഷൻ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലായി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാർട്ടും കഴിഞ്ഞ് ഇനി എന്താ ചെയ്യുന്നതെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കുക. സിമിലർലി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, വീണ്ടും ഒരു ലാർജർ ബോഡി കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ദിസ് ടൈം ഞാൻ ഈ ഒരു ഏരിയക്ക് ഈ സെക്കൻഡ് കൺസിഡർ ചെയ്യുന്ന ബോഡിയെ ഞാൻ A2 എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, A2
അതുപോലെ അതിൻ്റെ അബ്സോർബിലിറ്റി ആൽഫ 2 A2 ആൽഫ 2 ബാക്കിയെല്ലാം തന്നെ സെയിം തന്നെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താം, സിമിലർലി ഇതേ പ്രൊസീജിയർ ചെയ്താൽ, അതായത് എനർജി അബ്സോർബ്ഡ് ബൈ ദി സ്മോൾ ബോഡി 2 ഈക്വൽ ടു എനർജി എമിറ്റഡ് എന്നുള്ള ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഈ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൽഫ 2 ഇൻറ്റു A2 ഇൻറ്റു EB ഈക്വൽ ടു എന്ത് വരും, A2 E1 അല്ലേ, A2 ഇൻറ്റു E2. ഓക്കെ, A2 ഇൻറ്റു E2 നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയതാണ്. അപ്പം ഈ ഒരു കാര്യം കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക എങ്ങനെ വന്നതെന്നുള്ളത്. കാരണം ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി ഞാൻ പറഞ്ഞു, ഈ ഒരു പ്രോബ്ലം ഈ ഡെറിവേഷൻ പാർട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, നമുക്ക് ഈ A1നെയും ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഈ ഒരു A2നെയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരിക നമുക്ക് നോക്കാം. റിമൈനിങ് ആയിട്ട് ബാക്കി എന്ത് വരും, ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് ചെയ്താം, EB ഈക്വൽ ടു E1 ബൈ ആൽഫ 1. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താം, EB ഈക്വൽ ടു E2 ബൈ ആൽഫ 2. ഓക്കെ, ഇൻ ജനറൽ നമുക്ക് എന്ത് ചെയ്താം, ഇവിടെ വീണ്ടും E3, E4, E5 അങ്ങനെ ഒരുപാട് ഉണ്ടെന്ന് കരുതാം. അപ്പം നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം, EB ഈക്വൽ ടു E ബൈ ആൽഫ എന്ന് എഴുതി കൂടെ ജനറൽ ആയിട്ട് നമുക്ക്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ EB എന്താണ്, ഇതൊരു കോൺസ്റ്റന്റ് ആണ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു EB ഈക്വൽ ടു സിഗ്മ T⁴ ആണ് അല്ലേ. സിഗ്മ ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആണ്, പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പം EBയും എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും വരിക. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ E ബൈ ആൽഫ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പം നമ്മൾ ഈ ഒരു സിമ്പിൾ ഡെറിവേഷൻ പ്രൂവ് ചെയ്ത്, അതായത് കിർച്ചോഫ് ലോ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനെ മറ്റൊരു ഫോമിൽ കൂടെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഇപ്പം നിങ്ങൾ തൽക്കാലം ഈ ഒരു ഡെറിവേഷൻ പാർട്ട് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ പ്രൂഫ് ചോദിക്കും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രൂഫ് കൃത്യമായി തന്നെ പഠിക്കാൻ. ഓക്കെ, അതായത് റേഷ്യോ ഓഫ് ടോട്ടൽ MC⁴ അബ്സോർബിലിറ്റി ഈക്വൽ ടു കോൺസ്റ്റന്റ്, അതെങ്ങനെ വന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്തതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. കൃത്യമായി തന്നെ മനസ്സിലാക്കുക, ഇതിൻ്റെ പ്രൂഫ് ചോദിക്കും, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹെൻസ് പ്രൂവ്ഡ്. ഇതിനെ മറ്റൊരു ഫോമിലും കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. ഓക്കെ, അതെങ്ങനെയാണെന്ന്. സോ നമുക്ക് കിർച്ചോഫ് ലോനെ മറ്റൊരു രീതിയിൽ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം എന്ത്, ഓൾസോ വി നോ എന്ത്, എമിസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എമിസിവിറ്റി എന്ന് പറഞ്ഞാൽ MC⁴ ബോഡി ടു MC⁴ ബ്ലാക്ക് ബോഡി. ഈ ഒരു റേഷ്യോ ആണ് നമ്മളെ എമിസിവിറ്റി എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ MC⁴ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞിട്ട് എഴുതാണ് EB ഈക്വൽ ടു E ബൈ എപ്സിലോൺ. ഡൗട്ടൊന്നുമില്ലല്ലോ. ആൻഡ് ഈ ഒരു എക്സ്പ്രഷൻ ഞാൻ 1 എന്ന് കൊടുത്ത്. നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്ത്, തൊട്ട് മുന്നേ എന്താ ചെയ്തത്, MC⁴ ബ്ലാക്ക് ബോഡി ഈക്വൽ ടു E ബൈ MC⁴ ടു അബ്സോർബിലിറ്റി എന്ന് അല്ലേ, നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്താണ് അല്ലേ. അത് ഞാൻ 2 എന്ന് കൊടുത്ത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താം, ഫ്രം 1 and 2. ഓക്കെ, ഫ്രം 1 and 2 എന്താ, രണ്ടിൻ്റെയും LHS എന്താണ്, MC⁴ ബ്ലാക്ക് ബോഡിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്താം, ഫ്രം 1 and 2 എനിക്ക് എന്ത് ചെയ്താം E ബൈ ആൽഫ ഈക്വൽ ടു E ബൈ എമിസിവിറ്റി. ഓക്കെ, അതായത് ഓർ ഇതിനൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, ഓർ ആൽഫ ഈക്വൽ ടു എപ്സിലോൺ. ഓക്കെ, ആൽഫ ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ ഈ ഒരു ആൽഫ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് അബ്സോർബിലിറ്റി ഈക്വൽ ടു എമിസിവിറ്റി. ഓക്കെ, അബ്സോർബിലിറ്റി ഈക്വൽ ടു എമിസിവിറ്റി കൃത്യമായി തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് അതായത് അബ്സോർബിലിറ്റി ഈക്വൽ ടു എമിസിവിറ്റി എന്നുള്ളതാണ് എന്ത്, ഈ ഒരു കിർച്ചോഫ് ലോന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. സോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ദസ് കിർച്ചോഫ് ലോ ഓൾസോ സ്റ്റേറ്റ് ദാറ്റ് എമിസിവിറ്റി ഓഫ് എ ബോഡി ഈസ് ഈക്വൽ ടു ദി അബ്സോർബിലിറ്റി when the body remains in thermal equilibrium with surroundings. ഓക്കെ, അപ്പം ഒരു ബോഡി തെർമൽ ഇക്വിലിബ്രിയം വിത്ത് സറൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അബ്സോർബിലിറ്റി ഈക്വൽ ടു എമിസിവിറ്റി ആണുള്ളത്. അപ്പം ഈ രണ്ട് ഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റും അറിഞ്ഞിരിക്കുക കിർച്ചോഫ് ലോനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പം ഈ ഒരു എക്സ്പ്രഷൻ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ വേണമെങ്കിൽ പറയാം. എന്താണ്, ഒരു ഗുഡ് അബ്സോർബർ ആയിരിക്കും എന്ത്, എ ഗുഡ്
absorber is always a good emitter. ഓക്കെ, ഗുഡ് അബ്സോർബർ ആയിരിക്കും ഗുഡ് എമിറ്ററും. അപ്പം ഒരു ബ്ലാക്ക് ബോഡി ഒരു ഗുഡ് അബ്സോർബർ ആണെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അതൊരു ഗുഡ് എമിറ്ററും ആയിരിക്കും. കാരണം ബ്ലാക്ക് ബോഡിയാണ് മാക്സിമം അബ്സോർബും ചെയ്യുക എമിറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. ഈ ഒരു കിർച്ചോഫ് ലോന്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും അതിൻ്റെ 2 ഫോംസും. ഓക്കെ, സോ നമുക്ക് ഇനി നെക്സ്റ്റ് എടുക്കാനുള്ളത് പ്ലാങ്ക്സ് ലോ ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്ലാങ്ക്സ് ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആദ്യം നമുക്ക് നോക്കാം എന്താണ്. According to Planck's law, the spectral distribution of radiation intensity of a black body is given by E lambda b equal to 2 pi c square h lambda raised to 5 by e raised to ch by lambda kt minus 1. അപ്പോൾ ഈ ഒരു വലിയ എക്സ്പ്രഷൻ കണ്ട് ആരും പേടിക്കേണ്ട. ഒന്നാമത് ഡാറ്റ ബുക്ക് ഉണ്ട്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ എങ്ങനെയെങ്കിലും ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം പ്ലാങ്ക്സ് ലോ എന്താ പറയുന്നത് വെച്ചാൽ, അതായത് ഒരു സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷന് അക്രോസ് ആയിട്ടുള്ള റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കാണാനുള്ള എക്സ്പ്രഷനാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്പെക്ട്രൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ് തെർമൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേവ്സിൻ്റെ സമ്മാണ് അല്ലേ. പലതരം വേവ്സ് ഉണ്ട്, അൾട്രാ വയലറ്റ് ലൈറ്റ്, വിസിബിൾ ലൈറ്റ്, അങ്ങനെ ഒരുപാട് റേഡിയേഷൻ്റെ സമ്മാണ് ഈ തെർമൽ റേഡിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ പ്ലാങ്ക്സ് ലോ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നും, അതായത് ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്കൊരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. എന്താണ് ഈ ലാംഡ ബി, അതായത് സ്പെക്ട്രൽ എം സി പവർ ഈ ലാംഡ ബി ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ടേംസിനെയാണ്. എന്താണ്, ഫംഗ്ഷൻ ഓഫ് വേവ് ലെങ്ത്തും ടെമ്പറേച്ചറും അല്ലേ. നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷനിലേക്ക് നോക്കുക, ഇതിൽ വേവ് ലെങ്ത്തും ടെമ്പറേച്ചറും മാത്രമാണ് വേരിയബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാത്തിൻ്റെ കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റ് ആണ്, സി ഒരു കോൺസ്റ്റന്റ് ആണ്. എന്താണ് ഈ സി എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം അറിയാം നിങ്ങൾക്ക്, 3 lakh km/s ആണെന്നുള്ളത് അറിയാം. ദെൻ അതുപോലെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് എച്ച് അല്ലേ, 6.65 × 10⁻⁴ 34 ജൂൾ സെക്കൻഡ് ആണെന്ന് അറിയാം. അതുപോലെ ലാംഡ ഇതൊരു വേരിയബിൾ ആണ്. ഓക്കെ, ഈ ഒരു വേവ് ലെങ്ത് ആണ് വേരിയബിൾ. അപ്പം ഈ ലാംഡയാണ് വേവ് ലെങ്ത്. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് മൈക്രോമീറ്റർ ആണ്. ഓക്കെ, മ്യൂ എം എന്ന് പറഞ്ഞാൽ മൈക്രോമീറ്റർ എന്ന് അറിഞ്ഞിരിക്കുക. കെ എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ഓക്കെ, 1.3805 10⁻23 ജൂൾ പെർ കെൽവിൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ടി ടെമ്പറേച്ചർ അറ്റ് അബ്സൊല്യൂട്ട് കെൽവിൻ. അപ്പോൾ ഇതൊരു വേരിയബിൾ ആയിരിക്കും. അപ്പം സ്പെക്ട്രൽ എം സി പവർ കാണാൻ, അതായത് ടോട്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ എം സി പവർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനിൽ എന്താണ് ആകെ വേരിയബിൾ ആയിട്ട് വരുന്നത്, വേവ് ലെങ്ത്തും ടെമ്പറേച്ചറും ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ടോട്ടൽ എം സി പവർ കണ്ടുപിടിക്കുക. ആൻഡ് ഇതിനെ തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണിത്. എന്ത്, C1 ലാംഡ റേസ് ടു -5/C2 by ലാംഡ ടി -1 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ C1 C2ൻ്റെ വാല്യൂസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. C1 എന്ന് പറഞ്ഞാൽ ഈ 2 pi c²h ആണ്. ഓക്കെ, ഈ കിടക്കുന്ന 2 pi c²h C1 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത്. ആൻഡ് ഈ ഒരു എക്സ്പ്രഷൻസ് എല്ലാം തന്നെ ഡാറ്റ ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് വന്നതെന്നും കാര്യങ്ങളൊക്കെ, എന്തിനാണ് പ്ലാങ്ക്സ് ലോ യൂസ് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. ആകെ ഈ ഒരു മോണോക്രോമാറ്റിക് എമിസി പവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സിനെ മാത്രമാണെന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് ഈ മോണോക്രോമാറ്റിക് എമിസി പവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്, വേവ് ലെങ്ത്തിനും ടെമ്പറേച്ചറും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു കാര്യം അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക ഈ ഒരു പ്ലാങ്ക്സ് ലോനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ ഒരു പ്ലാങ്ക്സ് ലോനെ കുറിച്ചിട്ട് ഇതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്ത്, ഈ മോണോക്രോമാറ്റിക് എമിസി പവർ ഈക്വൽ ടു ഈ ലാംഡ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എന്തായിരുന്നു, വേവ് ലെങ്ത് ആൻഡ് ടെമ്പറേച്ചർ ആണ് അല്ലേ. ഈ 2 ഫാക്ടേഴ്സിനെയാണ് മോണോക്രോമാറ്റിക് എമിസി പവർ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സോ ഞാൻ ഇവിടെ മോണോക്രോമാറ്റിക് എമിസി പവർ വൈ ആക്സിസിലും അതുപോലെ എക്സ് ആക്സിസിൽ വേവ് ലെങ്ത് മൈക്രോമീറ്ററിലാണ് എടുക്കുന്നത് വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടും, ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. അപ്പം ഈ ഗ്രാഫിൽ എന്തൊക്കെ നമുക്ക് ഇൻഫറൻസ് അതായത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ദി എനർജി എമിറ്റഡ് അറ്റ് ഓൾ വേവ് ലെങ്ത് ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, എനർജി എമിറ്റഡും കൂടുന്നുണ്ട് അല്ലേ. നിങ്ങളൊന്ന് നോക്കുക, ഇവിടെ താഴെ കിടക്കുന്ന ഈ ഒരു ലൈൻ എന്താണ്, 100 കെൽവിൻ്റെയാണ്. മേലേക്ക് വരുമ്പോൾ എന്താണ്, 1500 കെൽവിനാണ്. ആൻഡ് കുറച്ചുകൂടെ മുകളിലേക്ക് വരുന്നത് എന്താണ്, 2000 കെൽവിനാണ്. അപ്പം ഈ 2000 കെൽവിന്
2000 കെൽവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം മോണോക്രോമാറ്റിക് എമിസീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏകദേശം ഈ ഒരു 400നേക്കാൾ കൂടുതലാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് എന്ത്, ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എമിറ്റ് ചെയ്യുന്ന എനർജിയും കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കുക, ഫസ്റ്റ് പോയിന്റ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ദി പീക്ക് സ്പെക്ട്രൽ എമിസീവ് പവർ ഷിഫ്റ്റ് ടുവാർഡ്സ് എ സ്മോളർ വേവ് ലെങ്ത് അറ്റ് ഹയർ ടെമ്പറേച്ചർ. ദിസ് ഷിഫ്റ്റ് സിഗ്നിഫൈസ് ദാറ്റ് at elevated temperature much of the energy is emitted in a narrow band ranging on both sides of wavelength at which the monochromatic power is maximum. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ പീക്ക് പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. സപ്പോസ് 1000 കെൽവിനിൽ മേ ബി ഇവിടെ ഇരിക്കും ആ ഒരു പീക്ക് മോണോക്രോമാറ്റിക് എമിസീവ് പവർ കിട്ടുന്നത്. എന്നാൽ എന്താ പറയുക, ഒരു 1500 കെൽവിനിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, കുറച്ചും കൂടെ കുറഞ്ഞ വേവ് ലെങ്ത്തിലായിരിക്കും പീക്ക് എമിസീവ് പവർ കിട്ടുക. ആൻഡ് വീണ്ടും ടെമ്പറേച്ചർ റൈസ് ചെയ്താൽ എന്ത് സംഭവിക്കും, അവിടെ മാക്സിമം എമിസീവ് പവർ കിട്ടും, പക്ഷേ അവിടെ എന്താണ്, വീണ്ടും കുറഞ്ഞ വേവ് ലെങ്ത്തിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, മാക്സിമം എമിസീവ് പവർ കിട്ടുക. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു സ്പെക്ട്രൽ എമിസീവ് പവർ ചെറിയൊരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട് ലെഫ്റ്റിലേക്ക്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒന്ന് ഓർത്താൽ മതി. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഷിഫ്റ്റ് വരുന്നത് എന്നുള്ളത്. ദെൻ ദി ഏരിയ അണ്ടർ ദി മോണോക്രോമാറ്റിക് എമിസീവ് പവർ വേഴ്സസ് വേവ് ലെങ്ത് അറ്റ് എനി ടെമ്പറേച്ചർ ഗീവ്സ് ദി റേറ്റ് ഓഫ് റേഡിയൻ്റ് എനർജി എമിറ്റഡ് വിത്തിൻ ദി വേവ് ലെങ്ത് ഇൻ്റർവെൽ. അതായത് ഈ ഒരു കർവിന് അക്രോസ് ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ടോട്ടൽ എമിസീവ് പവർ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഓൾറൈറ്റ്, അതെങ്ങനെ കണ്ടുപിടിക്കുക, നമുക്കറിയാം ഇ ബി ഈക്വൽ ടു, ജസ്റ്റ് ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ, 0 to ഇൻഫിനിറ്റി അല്ലെങ്കിൽ എത്ര നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇ ലാംഡ ബി ഡി ലാംഡ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓൾറൈറ്റ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ലാസ്റ്റ് റേഡിയേഷൻ ലോ ആയ വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ നമുക്ക് നോക്കാം. അപ്പം സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ലോ ആണ് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്നുള്ളത്. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യാനും ഈ ഒരു വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വെച്ചിട്ട് ചെറിയ 5 മാർക്കിൻ്റെയൊക്കെ ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ലാംഡ മാക്സ് ആൻഡ് ടി ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് മാക്സിമം വേവ് ലെങ്ത്തും അതായത് പ്രോഡക്റ്റ് ഓഫ് മാക്സിമം വേവ് ലെങ്ത് ആൻഡ് ടെമ്പറേച്ചർ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണെന്നാണ് ഈ ഒരു വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ പറയുന്നത്. കാണാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലോ ആണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, ലാംഡ മാക്സ് ഇൻറ്റു ടി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ആൻഡ് ഈ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണ് ഓർ ഞാനിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയേക്കാണ്, ഓർ ലാംഡ മാക്സ് ഇൻറ്റു ടി ഈക്വൽ ടു ഈ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ ഏകദേശം 2898 മൈക്രോമീറ്റർ കെൽവിൻ. ഓക്കെ, മ്യൂ എം കെ എന്ന് പറഞ്ഞാൽ മൈക്രോമീറ്റർ കെൽവിൻ ആണ്. ഓക്കെ, മൈക്രോമീറ്റർ കെൽവിൻ ആണ് എന്ന് അറിഞ്ഞിരിക്കാം. സോ ഈ രണ്ട് എക്സ്പ്രഷൻസും കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക. ഇതാണ് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോൻ്റെ എക്സ്പ്രഷൻസ്. ഇനി എങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻ വന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമ്മൾ തൊട്ടുമുമ്പ് പ്ലാങ്ക്സ് ലോ പ്രകാരം എഴുതിയിട്ടുണ്ടായിരുന്നു എന്ത്, ഈ ലാംഡ ബി ഈക്വൽ ടു എന്തായിരുന്നു, C1 ലാംഡ റേസ് ടു -5 ഡിവൈഡഡ് ബൈ എക്സ്പോണൻഷ്യൽ റേസ് ടു C2 ബൈ ലാംഡ ടി -1 നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. തൊട്ടുമുമ്പത്തെ പ്ലാങ്ക്സ് ലോ പ്രകാരം ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. സപ്പോസ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇ ലാംഡ ബി എപ്പോഴായിരിക്കും മാക്സിമം ആകുക, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡി ഇ ലാംഡ ബി ഡിവൈഡഡ് ബൈ ഡി ലാംഡ ഈക്വൽ ടു 0. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും, ഏത് വേവ് ലെങ്ത്തിനാണ്, അതായത് മാക്സിമം വേവ് ലെങ്ത്തിനായിരിക്കും കറസ്പോണ്ടിങ് മാക്സിമം എനർജി കിട്ടുക എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കുറേ ഒരു ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു വേണ്ട. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ് ദി എൻഡ് എന്ത് കിട്ടും, നിങ്ങൾക്ക് എന്ത് കിട്ടും, കുറേ ചെയ്യാൻ കുറേ ഉണ്ട്, നമുക്ക് കുറേ ട്രയൽ ആൻഡ് എറർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ആൻഡ് ഇതിൻ്റെ ഈ ഒരു
ഈക്വൽ ടു ഡിഫറൻഷിയേഷൻ ചെയ്തിട്ട് ഈക്വൽ ടു 0 കൊടുത്താൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഫൈനൽ ആൻസർ ആയിട്ടും എന്ത് കിട്ടും? ലാംഡ മാക്സ് ടി ഈക്വൽ ടു 2898 മൈക്രോ മീറ്റർ കെൽവിൻ കിട്ടും. സോ ഇങ്ങനെയാണ് വന്നതെന്ന് അറിഞ്ഞിരിക്കുക ജസ്റ്റ് ഒന്ന്. ഓക്കെ, ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് വന്നതെന്നുള്ളത്. നമ്മളെ പ്ലാങ്ക്സ് ലോനെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ഡിഫറൻഷിയേഷൻ ചെയ്ത് അങ്ങനെയാണ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണെന്ന് അറിഞ്ഞിരിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഈ 4 ലോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി തന്നെ എല്ലാവരും പഠിച്ചിരിക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസോ ഫീഡ്ബാക്കോ പറയാനുണ്ടെങ്കിൽ തീർച്ചയായും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്യാണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ.